നമ്മുടെ ഹാർബറിലെ ട്രോളിംഗ് നിരോധനത്തിൻ്റെ ലാസ്റ്റ് ദിവസമുള്ള പണികളും പിന്നെ പിറ്റേ ദിവസം ട്രോളിംഗ് കഴിഞ്ഞ് ബോട്ട് പോകുന്ന കാഴ്ചകളൊക്കെ വേണ്ട. എല്ലാവർക്കും അതിലേക്ക് സ്വാഗതം. നമ്മൾ പോരുന്ന വഴിക്ക് നമ്മുടെ മഞ്ഞുമാത പള്ളിയിൽ കൊടിയേറിയിരിക്കും വേണ്ട. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് അങ്ങാടിയിലൂടെയാണ്. പള്ളിപ്പുറം അങ്ങാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഫേമസ് ആണ്. പിന്നെ ഈ കാണുന്നതാണെങ്കിൽ നമ്മൾ റിലയൻസിൻ്റെ പമ്പാണ്. ഈ റിലയൻസിൻ്റെ പമ്പിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോട്ടിന് നിലനിർത്താനുള്ള ഒരു പമ്പ് കൂടിയാണ്. ഈ കാണുന്നത് പള്ളിപ്പുറം മാലിയങ്കര പാലത്തിന് താഴെ കിടക്കുന്ന ബോട്ട് കാണണ്ട. ഈ ബോട്ടുകൾ ട്രോളിംഗ് നിരോധനം കഴിഞ്ഞ് കടലിലേക്ക് പോകാൻ കിടക്കുന്നതാണ്. ഈ മാലിയങ്കര പാലത്തിൻ്റെ പ്രത്യേകം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മാലിയങ്കരം പള്ളിപ്പുറം ഗതാഗത സൗകര്യം വളരെ എളുപ്പമായിട്ട് ഈ പാലം വന്നതിന് ശേഷം ഒരുപാട് വ്യാപാര സ്ഥാപനങ്ങളാണ് ഈ പാലത്തിന് ചുറ്റും മറ്റു കാര്യങ്ങളായിട്ട് കിടക്കുന്നത്. ഇത് നേരത്തെ പറഞ്ഞ പോലെ അങ്ങാടിയുടെ ഭാഗങ്ങളാണ്. നമ്മൾ ഈ കാണുന്നത് മിനി ഹാർബറാണ്. മിനി ഹാർബർ സ്ഥിതി ചെയ്യുന്നത് പള്ളിപ്പുറത്താണ്. മൊനമ്പ ഹാർബർ വെച്ച് നോക്കുമ്പോൾ വളരെ ചെറിയ ഹാർബർ ആണെങ്കിലും ഒരുപാട് ബോട്ടുകളുണ്ട്. ആഴക്കടലിൽ പണിക്കോണ ഒരുപാട് ഐറ്റങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കട്ടെ. നമ്മളടുത്തടുത്ത് പോകാൻ ഉദ്ദേശിക്കുന്നത് മൊനമ്പ ഹാർബറിലേക്കാണ്. മൊനമ്പ ഹാർബർ കേരളത്തിൽ തന്നെ അത്യാവശ്യം വലിയൊരു ഹാർബറാണ്. പിന്നെ അതുപോലെ തന്നെ മത്സ്യസമ്പത്ത് കൊണ്ട് ഏറ്റവും കൂടുതൽ കേരളത്തിൽ വരുമാനം നൽകുന്ന ഹാർബറിൽ ഒന്നുകൂടിയാണ് മൊനമ്പ ഹാർബറിലാണ്. അപ്പോൾ ഇവിടുത്തെ വെക്കേഷൻ തീരാറായി. 31-ാം തീയതി ബോട്ടൊക്കെ പോകും ഈ മാസം. അപ്പോൾ ഹാർബർ ഉണരാൻ പോകുന്നൊരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നുകൊണ്ടിരിക്കണം. ഇപ്പം ശരിക്കും ആളില്ല, പക്ഷെ ആ ഒരു ഉണർച്ചയിലേക്ക് വന്നുകൊണ്ടിരിക്കേണ്ട ഹാർബർ. നമ്മൾ വന്ന സമയത്തേ നല്ലൊരു അയിലപ്പണി നടക്കുന്നുണ്ട്. അയിലപ്പണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ചെറിയ അയിലാണ്. ചെറിയ അയില നല്ല രീതിയിലൊരു ടേസ്റ്റ് നൽകുന്ന ഒരു സംഭവം വേണ്ട. ട്രോളിംഗ് നിരോധനത്തിൻ്റെ അവസാന ദിവസങ്ങളൊക്കെ ആകുമ്പോഴേക്കും നല്ല ചാളയും കയറും അയിലയും കയറും. അപ്പോൾ ഈ പ്രാവശ്യം കയറിയിരിക്കുന്നത് അയിലയാണ്. അത് നല്ല ചെറിയ അയിലയാണ്. അത്യാവശ്യം തിളപ്പിക്കാനൊക്കെ പറ്റിയ സാധനം ഉണ്ടാകും. പിന്നെ വറക്കുകയും ചെയ്യാൻ നല്ല അടിപൊളിയായിരിക്കും. പിന്നെ കൂടുതൽ ചൂണ്ടക്കാരോടെ കാണാം. ചൂണ്ടക്കാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫാമിലി ആയിട്ട് ചൂണ്ടിടാൻ തന്നെ കുറേ ആളുകളുണ്ട്. അപ്പോൾ ആ ഒരു മനോഹരമായിട്ടുള്ള കാഴ്ചയും കാണാം. പിന്നെ മൊത്തത്തിൽ ഇപ്പോൾ ഒരു ശാന്തതയാണ്. ഈ ഒരു ട്രോളിങ് കണ്ടിട്ടുണ്ടെങ്കിൽ ശരിക്കും ഒരു വൈൽഡ് അനുഭവിക്കട്ടെ. ഇവിടെ ലേലം വിളിച്ചെടുത്ത അയില അതേ കയറ്റിക്കൊണ്ടിരിക്കുക വേണ്ട. ഇപ്പോൾ ഹാർബറിലെ യൂണിയൻ പണിക്കാരും കമ്പനിയുടെ പണിക്കാരെ കൂടിയാണ് ഈ സംഭവം അട്ടിയിട്ട് ചായക്കുന്നത് കേട്ടോ. 52 ദിവസം ട്രോളിങ് നിരോധനം കഴിഞ്ഞ് ബോട്ടുകളൊക്കെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭാഗത്തൊന്നും ഇതുപോലെ ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റില്ല. അത്രയും തിരക്കുമായിരിക്കും, അത്രയും മീനുമായിരിക്കും. വെളുപ്പിന് തന്നെ പണിയോടും കൂട്ടാം. നമ്മൾ വന്നപ്പോഴേക്ക് ലേലം വിളിയെ കഴിഞ്ഞ് ഇതേപോലെ തന്നെ മീനൊക്കെ കയറ്റിക്കൊണ്ടിരിക്കുന്ന യൂണിയൻ പണിക്കാർ. ഇവിടെ ഏറ്റവും വാശിയേറിയ ലേലം വിളി വന്നത് ശരിക്കും പറഞ്ഞാൽ കണവപ്പണി നടക്കുമ്പോഴാണ്. ട്രോളിങ് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങളായപ്പോഴേക്കും ആഗസ്റ്റാണ് കഴിയാറാകുമ്പോഴേക്കും കണവ കയറും. കണവ കയറി കഴിയുമ്പോഴാണ് ആ ഒരു റേഞ്ച് വിളികളും ആ ഒരു വാശിയുള്ള വിളികളും കാണുന്നേട്ടാ. അത് ശരിക്കും പറ്റുമെങ്കിൽ നമുക്കൊന്നും കാണേണ്ട കാഴ്ച. ഇതുപോലെ ഫാമിലി ആയിട്ട് ചൂണ്ടിടാൻ വരുന്ന ആളുകളും ഹാർബറിലുണ്ട്. അത്യാവശ്യം നല്ല നച്ചറയൊക്കെ ഇട്ട് വിടുന്നു. നച്ചറ കിട്ടും, പിന്നെ നല്ല കൂരി കിട്ടും. അതൊക്കെയാണ് ഇവിടെ നിന്ന് അടിക്കണ പോകുന്നത്. ഏകദേശം തീരാറായിട്ടാ. ഇന്നിപ്പോൾ ജൂലൈ 30, ജൂലൈ 31 അർദ്ധരാത്രിയോടെ ബോട്ടുകളൊക്കെ കടലിലേക്ക് ട്രോളിംഗ് നിരോധനം കഴിഞ്ഞ് പോകട്ടെ. ശരിക്കും ഈ വർഷത്തെ പ്രതീക്ഷ ഇവിടെ നിന്ന് തുടങ്ങുവാണ്ട. ഇതിനിടയിലെ ഈ കാണുന്ന ഒരു പുതിയ ബോട്ടാണ്ട. ഈ പുതിയ ബോട്ട് വെച്ചിട്ട് അവരതിൻ്റെ ഫാമിലി ആളുകളും പിന്നെ അതിൻ്റെ പണിക്കാരെല്ലാവരും കൂടെ ഒന്ന് കടലിലേക്ക് ചെറിയൊരു ട്രിപ്പ് അടിച്ചിട്ട് തന്നെ വഴിയാണ്ട. ഇതുപോലെ ഒരുപാട് പുതിയ ബോട്ടുകളൊന്നും മൊനമ്പത്ത് ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് മറ്റ് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഇവിടെ തന്നെ പണിക്ക് പോകുന്ന ഒരുപാട് പുതിയ ബോട്ടുകളുണ്ട് കേട്ടോ. ഇതേപോലെ കള്ളികോരി എടുക്കുന്ന മീന് ഇവിടെ തന്നെ ഐസ് ചെയ്ത് ബോക്സ് ചെയ്ത് അവരുടെ വണ്ടി കയറ്റിയിട്ട് മറ്റു മാർക്കറ്റുകളിലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കും കൊണ്ടുപോകുന്നൊരു പ്രവണത കാണാൻ. ഇത് ഇതേപോലെ തന്നെ ലോഡ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്ന ബോക്സസ് ആണ്. ബോക്സിലുള്ളത് മീനാണ്. ഇത് ഫ്രഷ് ആയിട്ടുള്ള മീനും ഉണ്ടാവും. അതേപോലെ തന്നെ വളത്തിന് വേണ്ടി കൊണ്ടുപോകുന്ന മീനുകളുണ്ടാവും. ഇവിടെ വളമെന്ന് ഉദ്ദേശിക്കുമ്പോൾ പൊടിപ്പിക്കാൻ കൊണ്ടുപോകുന്ന മീനാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഒരുപാട് മീനുകളുണ്ടാവും. ഇതിനെക്കുറിച്ച് അറിയാവുന്ന ആളുകൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോൾ നിലവിൽ ശാന്തമായിട്ടാണ് ഹാർബർ എടുക്കുന്നതെങ്കിലും 31-ാം തീയതിക്ക് ശേഷം പ്രത്യേകിച്ച് ഒരു 3-ാം തീയതി 4-ാം തീയതിയൊക്കെ ആകുമ്പോഴേക്കും ഇവിടെ വെറുതെ നിൽക്കാനുള്ള സ്ഥലം ഉണ്ടാവില്ല. അപ്പം നമ്മൾ ഈ വീഡിയോ വരുന്നത് ഏകദേശം ട്രോളിംഗ് ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും. നിങ്ങൾ കാണുമ്പോഴേക്കും ഈ മാർക്കറ്റും ഈ ഒരു സ്ഥലങ്ങളിലൊക്കെ മീനുകളൊക്കെ നിറഞ്ഞിട്ടുണ്ടാവും. സ്ഥലങ്ങളൊക്കെ മീൻ കൊണ്ട് നിറഞ്ഞ് ഇവിടെ നിൽക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യം ആയിക്കോട്ടെ. ഒരു ട്രോളിംഗ് കഴിഞ്ഞ് ബോട്ടായിട്ട് പോയി വരും. അത്തരം കാഴ്ചകളായിരിക്കും നമുക്കിനി ആ ഒരു സമയത്ത് കാണാൻ പറ്റും. ഇവരുടെ വെക്കേഷൻ മൂടൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ഒരു അവസരത്തിലാണ് നാളെ രാത്രി ബോട്ടുകളൊക്കെ പോകും. അതൊരു മനോഹരമായിട്ടൊരു കാഴ്ച ആയിക്കോട്ടെ. നമുക്കതും ആ ഒരു സമയത്ത് കാണാം. നല്ല വെടിക്കെട്ടൊക്കെ ആയിട്ട് ബോട്ടുകൾ അതിന് പിന്നിലിങ്ങനെ പോകുന്നൊരു കാഴ്ച സൂപ്പറായിരിക്കും. ഇതാണ്ട് ആ മനോഹരമായ കാഴ്ച. ജൂലൈ 31-നാണ് ട്രോളിംഗ് തീർന്നത്. അവർ 12 മണി അടിച്ച് പോവാണ്. ഒരുപാട് ആളുകളുണ്ട് ഈ ഒരു മനോഹരമായ കാഴ്ച കാണാണ്ട. അഴീക്കോട് ഉണ്ട്, പ്രത്യേകിച്ച് മൊനമ്പത്ത് പറഞ്ഞിട്ടാ. പിന്നെ പോലീസിൻ്റെ എല്ലാ സുരക്ഷയും പാലിച്ചിട്ടാണ് ഇത് കടലിലേക്ക് പോകുന്നത് കേട്ടോ.